ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 4ാം ക്ലാസ്സിലെ പരിസര പഠനം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് പരിസര പഠനം ക്ലാസ് ആയിരുന്നു അല്ലേ? അതിൽ നമ്മൾ 6ാമത്തെ യൂണിറ്റ് ആണ് പഠിക്കുന്നത്, അബൌവ് ദ സ്കൈ, മാനത്തേക്ക് എന്ന യൂണിറ്റ്. ഇനി നമുക്ക് പാഠഭാഗം വായിക്കാം. അതോടൊപ്പം തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് തന്നിട്ടുള്ള പ്രവർത്തനങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ചന്ദ്രന്റെ അരികിലേക്ക്. കൂട്ടുകാരെ, ചന്ദ്രനെ നോക്കൂ. ചന്ദ്രൻ നാം കാണുന്നത് പോലെയാണോ? നിറയെ പാറകളും കുന്നുകളും കുഴികളും ഉള്ള ഗോളമാണ് ചന്ദ്രൻ. ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് നീൽ ആംസ്ട്രോങ് എന്ന അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയാണ്. മനുഷ്യൻ പലതവണ ചന്ദ്രനിൽ ഇറങ്ങുകയും ചന്ദ്രനിലെ മണ്ണും പാറകളും ഭൂമിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ചന്ദ്രനിലേക്ക് പോകാൻ ആഗ്രഹമില്ലാത്തവരുണ്ടോ? നമ്മൾ ഇന്ത്യക്കാർ ചന്ദ്രയാൻ 1 എന്ന പേടകം ചന്ദ്രനിലേക്ക് അയച്ചു. അത് ചന്ദ്രനെ വലം വെക്കുകയും വളരെ വിലപ്പെട്ട വിവരങ്ങൾ നൽകുകയും ചെയ്തു. ഇന്ത്യക്കാരായി നമുക്ക് വളരെയേറെ അഭിമാനിക്കാവുന്ന ഒന്നാണ് ചന്ദ്രയാന്റെ വിജയം. Towards the moon. Friends, look at the moon. It is the same as it appears to us from the earth. It is full of rocks, pits and hills. Neil Armstrong, the American astronaut, was the first man to land on the moon. Later, several people went to the moon and brought soil and rocks from there. Is there anyone who doesn't wish to go to the moon? India sent a spacecraft called Chandrayaan-1 to the moon. It went around the moon and provided us with valuable information. The success of Chandrayaan is indeed a matter of pride for all Indians. ഉപഗ്രഹങ്ങള് മനുഷ്യൻ വിവിധ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപഗ്രഹങ്ങളാണ് കൃത്രിമോപഗ്രഹങ്ങള്. റോക്കറ്റുകളുടെ സഹായത്തോടെയാണ് ഇവ ബഹിരാകാശത്തേക്ക് അയക്കുന്നത്. ആര്യഭട്ട, എഡ്യൂസാറ്റ്, ഇൻസാറ്റ് എന്നിവ ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹങ്ങളാണ്. കൃത്രിമ ഉപഗ്രഹങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്? വാർത്താവിനിമയം, കാലാവസ്ഥാ പ്രവചനം, ഗതാഗതം, സൈനിക ആവശ്യത്തിന്, ഭൂമി നിരീക്ഷണത്തിന്, ആശയവിനിമയത്തിന്, ഗതി നിർണയത്തിന്, കാലാവസ്ഥാ നിരീക്ഷണത്തിന്. Artificial satellites. Artificial satellites are satellites made by man and sent to space for various purposes. These satellites are sent to outer space with the help of rockets. Aryabhatta, Edusat and Insat are some of the artificial satellites launched by India. What are the uses of artificial satellites? Communication, weather forecast, transportation. ഇനി നമുക്ക് തന്നിട്ടുള്ള ഒരു പ്രവർത്തനം ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2 ഇവയെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ പ്രോഗ്രാമിന് കീഴിലുള്ള ആദ്യത്തെ ഇന്ത്യൻ ചാന്ദ്ര അന്വേഷണമാണ് ചന്ദ്രയാൻ 1. ഇത് 2008 ഒക്ടോബറിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന സമാരംഭിക്കുകയും 2009 ഓഗസ്റ്റ് വരെ പ്രവർത്തിക്കുകയും ചെയ്തു. ഈ ദൗത്യത്തിൽ ചാന്ദ്ര ഭ്രമണ പഥവും ഇംപാക്ടറും ഉൾപ്പെടുന്നു. ഇന്ത്യ ഒരു PSLV ഉപയോഗിച്ച് ബഹിരാകാശ പേടകം വിക്ഷേപിച്ചു. എക്സൽ റോക്കറ്റ് 2008 ഒക്ടോബർ 22 52 UDC ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് 52 UDCയിൽ PSLV എക്സൽ റോക്കറ്റ് ഉപയോഗിച്ച് ഇന്ത്യ ബഹിരാകാശ പേടകം വിക്ഷേപിച്ചു. ഇനി ചന്ദ്രയാൻ 2. ചന്ദ്രയാൻ 1 ശേഷം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ഇസ്രോ വിക്ഷേപിച്ച 2ാമത്തെ ചന്ദ്ര പര്യവേക്ഷണ ദൗത്യമാണ് ചന്ദ്രയാൻ 2. അതിലൊരു ചാന്ദ്രഭ്രമണ പഥം അടങ്ങിയിരിക്കുന്നു. കൂടാതെ വിക്രം ലാൻഡർ, പ്രഗ്യാൻ ചാന്ദ്ര റോവർ എന്നിവയും ഉൾപ്പെടുന്നു. എല്ലാം ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത പ്രധാന ശാസ്ത്രീയ ലക്ഷ്യം ചന്ദ്ര ഉപരിതല ഘടനയിലെ വ്യതിയാനങ്ങളും അതുപോലെ ചന്ദ്രജലത്തിന്റെ സ്ഥാനവും സമൃദ്ധിയും മാപ്പ് ചെയ്തത് പഠിക്കുക എന്നതാണ്. വാട്ട് ഈസ് ആൻ എക്ലിപ്സ്? ഇനി നമ്മൾ പഠിക്കുന്നത് ഗ്രഹണങ്ങളെ കുറിച്ചാണ്.
രണ്ട് തരത്തിലുണ്ട് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ട്. ആൻഡ് എക്ലിപ്സ് ടേക്സ് പ്ലേസ് വെൻ എ celestial body is temporarily obscured by another celestial body or by its shadow. A lunar eclipse happens when Earth passes between the sun and the moon. A partial lunar eclipse happens when a part of the moon enters Earth's shadow. A total eclipse engulfs the moon entirely. Some reflected sun passes through Earth's atmosphere, giving the moon a reddish. A total solar eclipse happens when the sun, moon, and Earth are perfectly aligned. Total solar eclipses happen about even 16 months. Phenomenon is visible only on a narrow strip of land. ചന്ദ്രനും സൂര്യനും മധ്യേ ഭൂമിയുടെ നിഴൽ ചന്ദ്രന്റെ പ്രതലത്തിൽ പതിക്കുമ്പോൾ ചന്ദ്രൻ പൂർണ്ണമായോ ഭാഗികമായോ അദൃശ്യമാകുന്നു. എല്ലാ വെളുത്ത വാവിലും സംഭവിക്കാറില്ല. ചന്ദ്രന്റെയും ഭൂമിയുടെയും പരിക്രമണ തലങ്ങൾ തമ്മിൽ 5 ഡിഗ്രി ചരിവുള്ളതാണ് കാരണം. പരമാവധി ദൈർഘ്യം 1 മണിക്കൂർ 40 മിനിറ്റാണ്. ഇനി നമുക്ക് സൂര്യഗ്രഹണം. സൂര്യനും ഭൂമിക്കും മധ്യേ ചന്ദ്രൻ എത്തുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും കുറുകെ കടന്നു പോകുമ്പോൾ പൂർണ്ണമായോ ഭാഗികമായോ സൂര്യനെ ചന്ദ്രൻ മറയ്ക്കുന്നത് കൊണ്ടാണ് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്. ഇനി നമുക്ക് തന്നിട്ടുള്ള അടുത്തൊരു പ്രവർത്തനം പ്രിപ്പയർ ക്വസ്റ്റ്യൻസ് ഫോർ ലൂണാർ ഡേ ക്വിസ്. വിച്ച് ഈസ് ദ പ്ലാനറ്റ്സ് വാട്ട് വി ലിവ്? എർത്ത്. What is the center of the solar system? Sun. How many planets are there in solar system? 8. Which star lies close to Earth? Sun. When was the first man landed on moon? 1969, July 21. Who was the first Indian woman to reach space? Kalpana Chawla. Which is the natural satellite of Earth? Moon. Which is the first artificial satellite of India? ആര്യഭട്ട. വിച്ച് ഈസ് ദ ബ്ലൂ പ്ലാനറ്റ്? എർത്ത്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ ഭാഗം അറിയപ്പെടുന്നത് പ്രശാന്തിയുടെ സമുദ്രം എന്നാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം വ്യാഴത്തിന്റെ ഉപഗ്രഹമായ ഗാനിമീഡ്. ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എപ്പോൾ? 1969 ജൂലൈ 21. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വംശജയായ വനിത കൽപ്പന ചൗള. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത്? ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ 1987. ഇനി നമുക്ക് ചന്ദ്രയാനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതാം. Chandrayaan 1 was the first Indian lunar probe under Chandrayaan program. It was launched by the Indian Space Research Organisation in October 2008 and operated until August 2009. The mission included a lunar orbiter and an impactor. India launched the spacecraft using a PSLV XL rocket on 22 October 2008. UTC from Satish Dhawan Space Center at Sriharikota, Andhra Pradesh. The mission was a major boost to India's space program as India researched and developed its own technology in order to explore the moon. The vehicle was inserted into lunar orbit on 8 November 2008. It was intended to survey the lunar surface over a 2 years period to produce a complete map of the chemical composition at the surface and 3-dimensional. After almost a year, the orbiter started suffering from several technical issues, including failure of the star tracker and poor thermal shielding. Chandrayaan 1
സ്റ്റോപ്പ് കമ്മ്യൂണിക്കേറ്റിംഗ് അബൌട്ട് ഓൺ 28 ഓഗസ്റ്റ് 2009. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്